നമസ്കാരം. ഒരു ഭാഗത്ത് വെറുപ്പും വിദ്വേഷവും, മറുഭാഗത്ത് വെറുപ്പും വിദ്വേഷവും വർഗീയതയും കലർന്ന സമീപനം. ഇതെല്ലാം കൂടി ഒരേ കുടക്കീഴിൽ വരുന്ന പ്രസ്ഥാനമാണ് ബി.ജെ.പിയും കോൺഗ്രസും. ആദ്യം കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരിക്കും ഈ കോൺഗ്രസിന്റെ വർഗീയ നിലപാടുകൾ വളരെ സങ്കീർണത നിറഞ്ഞതാണ്. വർഗീയ പാർട്ടിയായ ബി.ജെ.പിയെ എതിർത്തുകൊണ്ട് തുണയ്ക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റേത്. അതല്ലാതെ തന്നെ കോൺഗ്രസിനുള്ളിൽ വർഗീയത ചുരത്തുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും. ഇവരാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ കൂട്ടുകെട്ട്. ഇവർക്കെതിരെ നമ്മൾ ശക്തമായ ആശയപ്രചരണം തന്നെ ഓരോ പൗരന്മാരും സമൂഹത്തിൽ ഇറങ്ങി നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം ഇവരെ ബി.ജെ.പിയെ പോലെ വളർന്നു വരാൻ ഒരിക്കലും അനുവദിക്കരുത്. കേരളത്തിൽ ബി.ജെ.പിയെ വളർത്തിക്കൊണ്ടുവന്നതും ഈ കോൺഗ്രസ് തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽവി നേരിട്ടിട്ടുണ്ടെങ്കിലും ശക്തമായ ഒരു റീ എൻട്രി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുക തന്നെ ചെയ്യും. ഇടതുപക്ഷം തിരുത്തേണ്ട വസ്തുതകളും നിലപാടുകളും തിരുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതിന്റെ മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 75% തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇടതുമുന്നണി വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റുകളാണ് ഇടതുമുന്നണി കരസ്ഥമാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തിയാൽ SNDP-യും വർഗീയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, SNDP-യെ പോലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ആശയം പിന്തുടരുന്ന ഒരു പ്രസ്ഥാനവും ഫാസിസ്റ്റ് സമീപനത്തിലേക്ക് കൂപ്പുകുത്തുന്നത് അതിദയനീയം തന്നെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആശയം ഉയർത്തിക്കാണിച്ച ശ്രീനാരായണ ഗുരുവിനെ അവഗണിക്കുകയും അപമാനിക്കുകയുമല്ലേ അവർ ആ ഒരു സമീപനത്തിലൂടെ ചെയ്യുന്നത്. ഇതിനെല്ലാത്തിനുമെതിരെ സർക്കാർ ഇടപെടേണ്ട മുൻഗണനാ വിഷയങ്ങൾ കൃത്യതയോടെ തന്നെ നിശ്ചയിച്ച് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് CPM വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ശുഭസൂചനയായിട്ട് ലഭിക്കുന്ന വിവരം. ക്ഷേമ പെൻഷനുകൾ കൃത്യമായി അതത് മാസങ്ങളിൽ ജനങ്ങളുടെ കൈകളിൽ എത്തിയെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാർ, അങ്കണവാടി ജീവനക്കാർ എന്നിവരുൾപ്പെടെ സമൂഹത്തിൽ ക്ഷേമാനുകൂല്യങ്ങൾ കിട്ടേണ്ടവർക്കെല്ലാം കൃത്യമായി അത് ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുമെന്നും MV ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് 100 ദിവസത്തിനുള്ളിൽ സർക്കാർ ഇനി നടപ്പിലാക്കാൻ പോകുന്നതെന്നും MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഇനി BJP ത്രിപുരയിൽ അഴിച്ചുവിട്ട ചില അക്രമ സംഭവങ്ങളെ കുറിച്ച് നമുക്ക് വിലയിരുത്തി നോക്കാം. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ വെറും 2 വർഷമാണ് നമ്മുടെ രാജ്യത്ത് അലയടിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ മോദി ഭരണത്തിന്റെ അടിയന്തരാവസ്ഥ ഇവിടെ 10 കൊല്ലത്തോളമായി തുടരുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് BJP ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ അഴിച്ചുവിടുന്ന അക്രമ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ത്രിപുരയിൽ ഓഗസ്റ്റ് 8-ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP അഴിച്ചുവിട്ടിരിക്കുന്ന അക്രമ പരമ്പരയെ CPM പോളിറ്റ് ബ്യൂറോ ശക്തമായിട്ടാണ് എതിർത്തത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ CPM-നും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും നേരെ ഭരണകക്ഷിയുടെ ഗുണ്ടാ സംഘങ്ങൾ തുടർച്ചയായി ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ പോലും BJP ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ BJPക്ക് ആർക്കാണ് അധികാരം നൽകിയത്? ഇവർ അധികാര മുതലെടുപ്പല്ലേ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണ ത്രിപുര ജില്ലാ പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥി ബാദൽഷിൽ 13-നാണ് BJPയുടെ ആക്രമണത്തിന് കൊല്ലപ്പെട്ടത്. കുറേയധികം CPM പ്രവർത്തകർക്കാണ് ഇതിൽ പരിക്കേറ്റ് ആശുപത്രിയിലായത്. ആർക്കും അത്ര നിസാര പരിക്കുകളൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിളിക്കുന്ന സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ തടയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പത്രിക നൽകിയാൽ വധിക്കുമെന്ന് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുമെന്നും BJP-ക്കാർ പറയുകയാണ്. ത്രിപുരയിൽ BJP-ക്ക് ഭരണം കിട്ടിയതിനു ശേഷം പ്രതിപക്ഷത്തെ അവർ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. 2018-ന് ശേഷം CPM-ന്റെ 30 അംഗങ്ങളെയും പ്രവർത്തകരെയും അവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന പ്രതീക്ഷ തകർക്കുന്ന വിധത്തിൽ വലിയ തോതിലുള്ള ഭയാന്തരീക്ഷമാണ് BJP ത്രിപുരയിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും പത്രിക നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കണമെന്നും നീതിപൂർവം സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും CPM പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.